നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം മോട്ടോർ ന്യൂറോൺ ഡിസീസിനെ പറ്റിയാണ്. ചലനത്തെ സഹായിക്കുന്ന നാഡീകോശങ്ങളെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ അടുത്തിടയ്ക്ക് ചർച്ചയൊക്കെ നടന്നതാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസിനെ പറ്റി. ഏകദേശം 700-ൽ പരം രോഗികൾ മോട്ടോർ ന്യൂറോൺ ഡിസീസ് ബാധിച്ച് കേരളത്തിലുണ്ട്. അവരുടെ ഒരു അസോസിയേഷനൊക്കെ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ മോട്ടോർ ന്യൂറോൺ ഡിസീസിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് നമ്മളതിൽ കണ്ടതാണ്. കാലക്രമത്തിൽ രോഗിക്ക് പരസഹായത്തോടെ വേണം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. കാരണം ചലനശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും പിന്നീട് മോട്ടോർ ന്യൂറോൺ ഡിസീസിന് പലതരത്തിലുള്ള വകഭേദങ്ങളുണ്ട്. അതിൽ ശരീരത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്ന വകഭേദത്തിൽ കാലക്രമത്തിൽ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് മരണത്തിലേക്ക് പോലും രോഗിയെ നയിക്കുന്ന കാരണങ്ങളായി തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിൻസ്, അദ്ദേഹം മോട്ടോർ ന്യൂറോൺ ഡിസീസ് ബാധിച്ച് ഏകദേശം 40 വർഷത്തോളം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മോട്ടോർ ന്യൂറോൺ ഡിസീസിനുള്ള കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിനുള്ള ആയുർവേദ ചികിത്സയൊക്കെയാണ്. അപ്പോൾ മോട്ടോർ ന്യൂറോൺ ഡിസീസിൻ്റെ കാരണങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ജനറ്റിക് അല്ലെങ്കിൽ ജനിതക സംബന്ധമായ കാരണങ്ങളാണ് ആദ്യമേ തന്നെ പറയുന്നത്. അപ്പോൾ ജനിതക സംബന്ധമായ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ചു, ഡിഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. ഈ ഡിഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷൻ അത് പല രോഗങ്ങളിലും ഈ ഡിഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷനാണ് പല ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾക്ക് കാരണമെങ്കിലും ഇത് പഠനങ്ങൾ പറയുന്നത് 100-നകത്ത് ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ ഡിസീസ് പ്രോഗ്രഷൻ വളരെ സ്പീഡിലായിരിക്കും. അപ്പം ഒരു പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് ഈ രോഗത്തിൻ്റെ ഒരു പോക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷൻ കാരണം അത് ഡിഫക്റ്റീവ് പ്രോട്ടീൻ അഗ്രഗേഷൻ, എസ്പെഷ്യലി ഈ പറഞ്ഞ ചലനത്തെ ബാധിക്കുന്ന നാഡീകോശങ്ങളിൽ ഡിഫക്റ്റീവായിട്ടുള്ള ഈ പ്രോട്ടീൻ വളരെ കൂടുകയും അത് കാലക്രമത്തിൽ ഈ ഞരമ്പ് കോശങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ വേറൊരു കാരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെവി മെറ്റൽസിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ മറൈൻ ഫിഷസിലൊക്കെ നമുക്കറിയാം ധാരാളമായി മെർക്കുറിയൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള പല ഫിഷിലും അടങ്ങിയ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും ഒരു കാരണമായി പറയുന്നുണ്ട്. ഹെവി മെറ്റലും പോയിസണും ഈ പറഞ്ഞ ഞരമ്പുകൾക്ക് നാശം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇൻഫെക്ഷൻ ഉൾപ്പെടെ പല കാരണങ്ങളും ഈ പറഞ്ഞ മോട്ടോർ ന്യൂറോൺസിനെ ബാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സ്കൂട്ടർ വയ്ക്കുന്ന വഴി കാലിന് ബലം കിട്ടാതെ മറിഞ്ഞു വീഴുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യം ലക്ഷണങ്ങളൊക്കെ കാണുന്നത്. അപ്പം പുകവലി സ്ഥിരമായിട്ടുള്ളവർക്കും ഇതൊരു മോട്ടോർ ന്യൂറോൺ കാലക്രമത്തിൽ ബാധിക്കാവുന്ന കാരണങ്ങളും കണ്ടുവരുന്നുണ്ട്. ലോങ് സ്റ്റാൻഡിങ് സ്മോക്കേഴ്സിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നീട് കാലക്രമത്തിൽ ഈ പറഞ്ഞ ചലന സംബന്ധമായ മസിൽസിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മസിൽസിന് അട്രോഫി ബാധിക്കുകയും എണീക്കാനും ഇരിക്കാനും ഒക്കെ വയ്യാത്ത ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ രോഗി ചെയ്യുന്നു. കാലക്രമത്തിൽ അത് റെസ്പിറേറ്ററി പാരാലിസിസിലൊക്കെ കാരണമായി തീരുകയും ചെയ്യുന്നു. പിന്നീട് ചില കണ്ടീഷൻസിൽ സംസാരശേഷി ബാധിക്കും. ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് തന്നെ പലതരത്തിലുണ്ട്. അപ്പർ മോട്ടോർ ന്യൂറോണിനെ ബാധിക്കുന്നുണ്ട്, ലോവർ മോട്ടോർ ന്യൂറോണിനെ ബാധിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പം ഈ മോട്ടോർ നെർവ്സ് ഏതൊക്കെ ഭാഗത്താണോ ബാധിക്കുന്നത് അതനുസരിച്ചിട്ട് സംസാരശേഷിക്ക് പ്രശ്നം ഉണ്ടാവും, അതേപോലെ ശ്വാസഗതിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ കാലക്രമത്തിൽ രോഗിയെ ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗാവസ്ഥയാണ്. ഇനി നമുക്ക് ആയുർവേദത്തിൻ്റെ ചികിത്സയെ പറ്റി പറയുവാണെങ്കിൽ, നേരത്തെ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ ഡിഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷനെയൊക്കെ പറ്റി പറഞ്ഞു. ആയുർവേദത്തിൽ പഞ്ചകർമ്മം അല്ലെങ്കിൽ പഞ്ചശോധന ഫോക്കസ്ഡ് ആയിട്ടൊരു ചികിത്സയാണ് ഈ രോഗത്തിൽ പ്രധാനമായിട്ടും ചെയ്തു വരുന്നത്. എസ്പെഷ്യലി വിരേചനം, വമനം പോലുള്ള ചികിത്സകൾ രോഗിയുടെ അവസ്ഥ അനുസരിച്ച്, നസ്യം പോലുള്ള ചികിത്സകൾ ഈ രോഗത്തിന്, ഇപ്പോൾ വീൽ ചെയറിലിരിക്കുന്ന രോഗിക്കൊക്കെ ആണെങ്കിൽ എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രോഗിയുടെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടി വരും. ശോധന ചികിത്സ ഒരു പ്രധാന കാരണമായിട്ടാണ്. ഇതിൻ്റെ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ ഡിഫക്റ്റീവായിട്ടുള്ള ഒരു ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിഫക്റ്റീവായിട്ടുള്ള ഈ ടോക്സിൻസ്, ഈ പ്രോട്ടീൻസ്, ഒരുപാട് ഡിഫക്റ്റീവ് പ്രോട്ടീൻസ് നെർവിൽ അഗ്രഗേറ്റ് ചെയ്യും. അത് നെർവ് ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു, നെർവിൻ്റെ പോഷണത്തെയൊക്കെ ബാധിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ശോധന ചികിത്സ എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് വിരേചനം പോലുള്ള ചികിത്സകളൊക്കെയാണ് ആയുർവേദത്തിൽ ചെയ്തു വരുന്നത്. പിന്നെ ഈ ഒരു ഡിസീസ് റിവേഴ്സൽ എന്നൊരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് വസ്തി ചികിത്സകളാണ് കൂടുതലും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഗട്ട് ബയോസിസ് ഡിഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷൻ കാരണമാകുന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ഗട്ട് ബയോസിസ് എഫക്റ്റീവ് മ്യൂട്ടേഷന് കാരണമാകുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് എസ്പെഷ്യലി അതിനുവേണ്ടിയുള്ള വസ്തി ചികിത്സകളൊക്കെ പ്രത്യേകം ചെയ്തു വരുന്നത്. വസ്തി ചികിത്സകൾ, അതേപോലെ നേരത്തെ പറഞ്ഞ് വിരേചനം പോലുള്ള ശോധന ചികിത്സകളൊക്കെ ചെയ്തു വരും. അതേപോലെ തന്നെ ഈ നെർവിന് പോഷണം കുറഞ്ഞു പോയി നെർവ് ഡാമേജ് സംഭവിക്കുന്നതിന് വീണ്ടും ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി കൂടുതലും രസായന പ്രയോഗ വിധികൾ നമ്മൾ ഈ രോഗാവസ്ഥയിൽ ചെയ്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ അപ്പർ മോട്ടോർ ന്യൂറോണും ലോവർ മോട്ടോർ ന്യൂറോൺ സിംറ്റംസ്, അതേപോലെ റെസ്പിറേറ്ററി സിംറ്റംസ് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സകൾ, എസ്പെഷ്യലി സ്പാസ്റ്റിക് മസിൽസ് ഒക്കെ ആണെങ്കിൽ ഉദ്വർത്തനം പോലുള്ള ചികിത്സകളൊക്കെ നമ്മൾ അവലംബിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം രോഗിയുടെ സ്റ്റേജ് അനുസരിച്ച് ഒരുപാട് സ്റ്റേജ്
ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരുപാട് വൈകിയതിന് ശേഷം വരുന്നതെങ്കിൽ റിക്കവറി വളരെ പ്രയാസമായിരിക്കും. കാരണം ഇതിനിപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം രോഗത്തിന് ഇതിൻ്റെ കാരണങ്ങൾ പോലും എക്സാക്റ്റ് ആയിട്ടുള്ള കണ്ടെത്തിയിട്ടില്ല. അപ്പം ഇതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യിക്കാം, ഇതിൻ്റെ പ്രോഗ്രഷനെ എങ്ങനെ തടയാം, റെഗുലേറ്ററി മെഡിസിൻസ് ഉപയോഗിച്ച് എങ്ങനെ ഈ രോഗത്തിൻ്റെ പ്രോഗ്രഷനെ തടയാമെന്നുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ വിവിധ തരത്തിലുള്ള കഷായ പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ നെയ്യ് കൊണ്ടുള്ള മരുന്നുകളുടെ പ്രയോഗങ്ങൾ, ഇങ്ങനെ വിവിധ രീതിയിലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രഷനെ സ്പീഡപ്പ് കുറച്ച് കൊണ്ടുവരിക. ഈ പറഞ്ഞ നെർവിൻ്റെ ഡാമേജിൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക, നെർവിൻ്റെ പോഷണത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ കൂടുതലായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗട്ട് ബയോസിസ്, അത് എങ്ങനെ ജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള പഠനങ്ങൾ, ഇതെല്ലാം ആയുർവേദത്തിലും നടന്നു വരുന്നുണ്ട്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.